വെൽക്കം ബാക്ക് ടു ധതമസി യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങൾക്ക് നവഗ്രഹങ്ങൾ നൽകുന്ന ഒരു ഗൈഡൻസ് എന്താണ്, ഇപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള ഒരു മെസ്സേജ് എന്താണ്, ലൈഫിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് നിങ്ങൾ കേൾക്കേണ്ടത് എന്താണ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ഇതിലേതെങ്കിലും ഒരു ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക. ഇതൊരു 2 കാർഡ് റീഡിംഗ് ആണ്. ദിസ് ഇസ് ഗ്രൂപ്പ് നമ്പർ 1, ദിസ് ഇസ് ഗ്രൂപ്പ് നമ്പർ 2, ദിസ് ഇസ് ഗ്രൂപ്പ് നമ്പർ 3. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഗ്രൂപ്പാണ് വേണ്ടത് എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ എടുക്കുക. ആൻഡ് റീഡിങ്ങിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് നിങ്ങൾക്കൊരു പ്രൈവറ്റ് കൺസൾട്ടേഷൻ ആവശ്യമാണ് എങ്കിൽ ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്, പേഴ്സണൽ ഗൈഡൻസിന് വേണ്ടിയിട്ട്. കാരണം നമുക്കിത് ഒരു ജനറൽ ആയിട്ടുള്ള ഒരു റീഡിംഗ് ആണ്. ജെന്റിൽനെസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. ബട്ട് സ്റ്റിൽ ദിസ് ഇസ് എ ജനറൽ റീഡിംഗ്. നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു മെസ്സേജിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം. ഏതെങ്കിലും തരത്തിലുള്ള കൗൺസിലിംഗ് സെഷൻസ് ആവശ്യമാണെങ്കിൽ, ഹീലിങ്സ് ആവശ്യമാണെങ്കിൽ ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക. അതുപോലെ ടാരറ്റ് റീഡിംഗ് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലെ ടാരറ്റ് റീഡിംഗ് കോഴ്സസ് എല്ലാം അവൈലബിൾ ആണ്. ഓൺലൈനായിട്ടാണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. യെസ്, അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. സോ ഗ്രൂപ്പ് നമ്പർ 1 സെലക്ട് ചെയ്ത നിങ്ങൾക്ക് എന്താണ് മെസ്സേജ് എന്ന് നോക്കാം. സോ ലെറ്റ്സ് റിവീൽ യുവർ കാർഡ്. ഏറിസ് ആൻഡ് ദ ഫസ്റ്റ് ഹൗസ്. അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രക്കാരായിരിക്കാം ഗ്രൂപ്പ് നമ്പർ 1, അല്ലെങ്കിൽ മേട ലഗ്നത്തിലുള്ളവരായിരിക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് മനസ്സിലാവുന്നത് നിങ്ങൾക്കൊരു ക്രിട്ടിസൈസിങ് നേച്ചർ ഉണ്ട്. ഈ ഒരു സമയം നിങ്ങൾക്കത് വലിയ ആപത്ത് കൊണ്ട് തന്നിട്ടുണ്ട്. സ്വയം നിങ്ങളോട് ചോദ്യം ചോദിക്കുക, ലൈക്ക് ഹൗ യു ടോക്ക് ടു യുവർ സെൽഫ് എന്നുള്ളൊരു മെസ്സേജാണ്. കണ്ണാടിയിൽ നോക്കി നിങ്ങൾ ചോദിക്കുക, നിങ്ങളെക്കുറിച്ച് നിങ്ങളെ മറ്റുള്ളവർ എങ്ങനെയാണ് കാണുന്നത്? അത് നിങ്ങൾ യഥാർത്ഥത്തിലുള്ള നിങ്ങളായിട്ടാണോ കാണുന്നത്? നിങ്ങളതാണോ പ്രൊജക്റ്റ് ചെയ്യുന്നത്? ഓർ ദർ ഇസ് സംതിങ് യു ഹാവ് ടു ഹീൽ. നിങ്ങളുടെ ഷോർട്ട് ടെമ്പേർഡ് നേച്ചർ നിങ്ങൾക്ക് പ്രശ്നം സൃഷ്ടിക്കുന്നുണ്ടോ എന്നുള്ളത് സ്വയം ഒന്ന് ചോദിക്കുക. നിങ്ങളുടെ എനർജി നിങ്ങൾ പുറത്തേക്ക് കൊടുക്കുന്നത് നെഗറ്റീവായിട്ടാണ് ഈ ഒരു സമയത്തെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ സ്വയം അത് ചാനലൈസ് ചെയ്യുക ഇൻ സം അതർ ഡയറക്ഷൻ. അത് മേ ബി നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടമുള്ള ഒരു വളരെയധികം കോൺസെൻട്രേഷൻ ആവശ്യമുള്ള ഒരു വർക്കിലേക്ക്, ഒരു പാഷനിലേക്ക്, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ലൈക്ക് യോഗ, ഡാൻസ്, ഈവൻ വർക്കൗട്ട്, എനി സ്പോർട്സ് ആക്ടിവിറ്റി, എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്കൊരു സ്പോണ്ടൈനിറ്റി ഇപ്പോൾ ആവശ്യമാണ്. ഒരു മടുപ്പ് തോന്നുന്ന ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് ഇപ്പോൾ കുറച്ചൊരു എനർജി ആവശ്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു മടുപ്പ് തോന്നുന്നത് മറ്റുള്ളവരുടെ പുറത്ത് ഈ കുതിര കയറുന്ന ഒരു എനർജിയിലാണ് നിങ്ങളിപ്പോൾ ഉള്ളതെങ്കിൽ ആ ഒരു എനർജിയിൽ നിന്ന് പുറത്ത് വരേണ്ടത് ഈ ഒരു സമയത്ത് അത്യാവശ്യമാണ്. ഓവർ എൻതൂസിയാസ്റ്റിക് ആയിട്ടുള്ള ഒരു എനർജി നിങ്ങൾ പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളൊരു മെസ്സേജാണ്. ഓക്കെ, സോ ഇതാണ് ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾക്കുള്ള ഒരു മെസ്സേജ്. ആൻഡ് ലെറ്റ്സ് സീ ഗ്രൂപ്പ് നമ്പർ 2 സെലക്ട് ചെയ്ത നിങ്ങൾക്കുള്ള മെസ്സേജ് എന്താണ്. ആൻഡ് ഫസ്റ്റ് ലെറ്റ്സ് റിവീൽ യുവർ കാർഡ്സ്. ഓക്കെ, and you got Libra as the second house. Okay, balancing of your finance is important right now. നിങ്ങളുടെ അസറ്റുകൾ, നിങ്ങളുടെ സേവിങ്സ്, നിങ്ങളുടെ ഇൻകം, ഇതെല്ലാം നിങ്ങൾ ഒന്ന് ബാലൻസ് ചെയ്യേണ്ടതായിട്ടുള്ളൊരു സാഹചര്യമുണ്ട്. നിങ്ങളുടെ ഒരു പാർട്ട്ണർഷിപ്പ് ഇൻവോൾവ് ആണെങ്കിൽ, അത് ഐദർ ഇൻ ബിസിനസ് അല്ലെങ്കിൽ മാരേജ് പാർട്ട്ണർഷിപ്പ് ഒക്കെ ഇൻക്ലൂഡഡ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഇൻവോൾവ് ആണെങ്കിൽ, നിങ്ങൾ തമ്മിൽ ഒരു പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുക. നിങ്ങളുടെ ഫിനാൻസസ് എങ്ങനെയാണ് സ്പെൻഡ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് സേവ് ചെയ്യേണ്ടത്, ഹൗ ടു ഡിവൈഡ് ഇറ്റ് ബിറ്റ്വീൻ യു ടു. നിങ്ങൾ രണ്ടുപേരുടെയും ആസറ്റ്സ് ഇൻവോൾവ് ആണെങ്കിൽ, ഒരു പാർട്ട്ണർഷിപ്പിലൊക്കെ ആണെങ്കിൽ ഇതെങ്ങനെയൊക്കെ നിങ്ങൾ യൂസ് ചെയ്യണം, അതിൻ്റെ ഔട്ട്കം എന്താണ് എന്നുള്ളൊരു പൂർണ്ണ ധാരണ നിങ്ങൾക്ക് ഈ ഒരു സമയം ആവശ്യമാണ്. ഇറ്റ്സ് ഓൾ അബൌട്ട് യുവർ ഫിനാൻസ്. അതുപോലെ ഫാമിലി വെൽത്ത്, ഫാമിലി ആസറ്റ്സ്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പൂർവികരുടെ ഒരു സ്വത്തൊക്കെ നിങ്ങളിലേക്ക് വരാനായിട്ട് പോകുന്നൊരു സാഹചര്യം കൂടിയാണ്. അവിടെ നിങ്ങളുടെ നാവ് പിഴ കൊണ്ട് നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാനും കൂടെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ സംസാരമെല്ലാം നിങ്ങൾ വളരെയധികം ഒന്ന് ഡിപ്ലോമാറ്റിക് എന്ന് പറഞ്ഞാൽ അത് പൊളിറ്റിക്കലി ഇൻകറക്റ്റാണ്. ഡിപ്ലോമാറ്റിക് അപ്രോച്ച് അല്ല വേണ്ടത്. അത് നമ്മൾ പുറമെ ഒന്ന് കാണിക്കുകയും അകത്ത് വേറൊന്ന് വെക്കുകയും ചെയ്യുന്ന രീതിയാണ്. പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ നിങ്ങൾ പോളിഷ്ഡ് ആവുക.
അതിന് സെറ്റ് യുവർ ഇൻറ്റൻഷൻസ് റൈറ്റ്. നിങ്ങളുടെ സംസാര രീതി വളരെ കാമായിട്ട് കൊണ്ടുപോവുക. ഡു നോട്ട് ഹേർട്ട് അതേഴ്സ്. നിങ്ങളുടെ ഇൻറ്റൻഷനാണ് സെറ്റ് ചെയ്യേണ്ടത്. ഈവൻ ദോ നിങ്ങൾക്ക് പറയാനുള്ളത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തികൾക്ക് മനസ്സിന് വിഷമമുള്ളതോ അല്ലെങ്കിൽ അവരെക്കുറിച്ചുള്ള നെഗറ്റീവ് പോയിന്റ്സ് ചൂണ്ടിക്കാണിക്കുകയോ ആണെങ്കിൽ നിങ്ങളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് അവരെ ഹേർട്ട് ചെയ്യുക എന്നുള്ളതായിരിക്കരുത്. നിങ്ങളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങൾ എന്താണോ ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ നോക്കുന്നത് ആസ് എ ടീം, അതിന് റിസൾട്ട് കിട്ടാൻ നിങ്ങളിൽ നിന്ന് മാറ്റാൻ പറ്റുന്നത് എന്താണ് എന്നൊന്ന് ഗൈഡ് ചെയ്ത് കൊടുക്കുന്ന പോലെ നിങ്ങൾക്കൊന്ന് പറയാം. റൂൾ ചെയ്യാൻ നിൽക്കരുത്. ഒരു ബാലൻസ് എല്ലാത്തിനും ആവശ്യമാണ്. ഒരു മിതത്വം ഇവിടെ ആവശ്യമാണ് എന്നുള്ളതാണ് ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾക്കുള്ള ഒരു മെസ്സേജ്. ആൻഡ് നൗ ലെറ്റ്സ് ഫൈനലി സീ വാട്ട് ഇസ് സ്റ്റോർഡ് ഫോർ ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങൾക്കുള്ള കാർഡ്സ്. പ്ലാനറ്റ് ഇസ് ദ സൺ ആൻഡ് ദ ഹൗസ് ഇസ് ദ 12th ഹൗസ്. ഓക്കെ, 12th ഹൗസ് സൺ എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങളുടെ ഒരു സ്പിരിച്വൽ ജേർണി ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സിൻ്റെ ഒരു ബ്ലെസ്സിങ് നിങ്ങൾക്ക് ആവശ്യമാണ് ഈ ഒരു സമയം. പിതൃദോഷം ഇവിടെ കാണിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ പല എൻഡവേഴ്സിനെയും തടസ്സപ്പെടുത്തുന്നുണ്ട്. പുരോഗമനത്തിന്, നിങ്ങളുടെ പുരോഗതി, നിങ്ങളുടെ ഗ്രോത്തിനെ ഒന്ന് തടയിട്ട് വെക്കുന്നുണ്ട്. അതായത് ഇല്ലാത്ത ഒരു ഗ്ലാസ് സീലിങ്ങിൽ തട്ടി നിങ്ങൾ നിൽക്കുന്നുണ്ട്. യു ഹാവ് ടു സീക്ക് ഫോർഗീവ്നെസ് ഫ്രം യുവർ ആൻസിസ്റ്റേഴ്സ്. യു ഹാവ് ടു സീക്ക് ദെയർ ബ്ലെസ്സിങ്സ്. ആൻസിസ്റ്റർ ഹീലിംഗ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അത് നിങ്ങൾക്ക് ചെയ്യാൻ അറിയാമെന്നുണ്ടെങ്കിൽ അത് ചെയ്യുക. അതറിയില്ല എന്നുണ്ടെങ്കിൽ ഗൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളുടെ ആൻസിസ്റ്റർ ഹീലിംഗ് സെഷൻസ് ഉണ്ട്. അതിനുവേണ്ടി നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എക്സ്പെൻസസ് എന്ന് പറയുന്നതിനെ ഒന്ന് കൺട്രോൾ ചെയ്ത് നിർത്തേണ്ട ഒരു ആവശ്യമുണ്ട്. നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ള എന്തോ ഒരു കാര്യം ഇപ്പം നിങ്ങളുടെ ചുറ്റും ഇങ്ങനെ റിവീൽ ചെയ്ത് വരികയാണ്. കറങ്ങി 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 നിൽക്കുകയാണ്. അതെന്താണെന്നുള്ളത് നിങ്ങൾക്ക് എന്തൊക്കെയോ ഐഡിയ മനസ്സിൽ വന്നിട്ടുണ്ട് ഇപ്പോൾ. പക്ഷെ എന്നാൽ വ്യക്തമായ ധാരണകളില്ല. അത് നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു റീഡിംഗ് എടുത്ത് നോക്കുകയോ അല്ലെങ്കിൽ ഫർദർ നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സിനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നിങ്ങളുടെ ആ ഡെസ്റ്റിനി റിവീൽ ചെയ്ത് തരണമെന്ന് പ്രാർത്ഥിക്കുകയോ ഒക്കെ നിങ്ങൾക്ക് ചെയ്യാം. കാരണം ഒരു കുറച്ച് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ടൈം പീരീഡാണ് ഫോർ യുവർ ഫ്യൂച്ചർ ഈ ഒരു പ്രസൻറ്റ് എന്ന് പറയുന്നത് ഫോർ ഗ്രൂപ്പ് നമ്പർ 3. ഓക്കെ, അപ്പോൾ ഇതാണ് ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങൾക്കുള്ള ഒരു മെസ്സേജ്. സോ ഇതാണ് നിങ്ങൾക്കുള്ള ഒരു റീഡിംഗ്. നിങ്ങൾക്കിത് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ ഓൾ ഓഫ് യു ടേക്ക് കെയർ. ബൈ.